ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു എച്ച് ക്രിയേഷൻ. ബി ഹാപ്പി ഓൾവേസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ചുക്കു മല്ലി കോഫിയാണ്. വളരെ ഹെൽത്തിന് നല്ലതാണ്. ഫീവർ, കോഫ്, കോൾഡ് എന്തുണ്ടെങ്കിലും ഇതുണ്ടാക്കി കഴിക്കൂ, നല്ലതാണ്. ഡ്രൈ ജിഞ്ചർ 50 ഗ്രാം, ചുക്ക്, മല്ലി 200 ഗ്രാം, പെപ്പർ 10 ഗ്രാം, തിപ്പിരി 10 ഗ്രാം, ഏലക്ക 25 എണ്ണം, ആവശ്യത്തിനുള്ള വെള്ളം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്. സോ ഇത് ഫീവർ, കോഫ്, കോൾഡ് എല്ലാറ്റിനും വളരെ നല്ലതാണ്. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ദിവസം മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്, എല്ലാ ചായ വേണ്ടെന്നുള്ളവർ ഇതന്നെ മോർണിംഗ് ഈവനിങ് കുടിക്കാം. വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം. ഒരു പാൻ എടുത്തോളൂ. അതിലേക്ക് നമുക്ക് ചുക്കിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. നമുക്ക് ആദ്യം നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ സ്റ്റൗ. എന്നിട്ട് നല്ല അറോമ വരാൻ തുടങ്ങുമ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളൂ. ഇനി ഞാൻ മല്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നന്നായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് പെപ്പർ, കാർഡമം രണ്ടും കൂടെ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഇതിലേക്ക് തിപ്പിരി, ലോങ് പെപ്പർ ഒന്ന് ആഡ് ചെയ്തോളൂ അതിൻ്റെ കൂടെ. അത് രണ്ടും ചൂടായ ശേഷം ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതിയാവും. അതിനേക്കാളും ഇതിന് ചൂട് വളരെ കുറവായിട്ട് ആവശ്യമുള്ളൂ. സോ അത് ഇത്തിരി ലാസ്റ്റായിട്ട് ആഡ് ചെയ്താൽ മതി. ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളൂ. ഓക്കെ, എല്ലാ ഇൻഗ്രീഡിയൻസും ഡ്രൈ റോസ്റ്റ് ചെയ്തു. ഇനി നമുക്കൊരു മിക്സർ ജാറിലേക്ക് നമുക്കിതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ഡ്രൈ ജിഞ്ചറിലെ ചുക്ക് മാത്രം നമുക്ക് ഒന്ന് ഇടികല്ലിലെ മോർട്ടർ ആൻഡ് പെസ്റ്റിൽ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. അതിനുശേഷം ലൈറ്റായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടും. അതിനെ നിങ്ങൾ മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്തോളൂ. അപ്പം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ ഈസി ആയിട്ടുണ്ടാവും. സോ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് ജാഗരി വെല്ലം ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത പൊടി ഇതാ റെഡി. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഫുൾ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരും അടുത്തുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. 3 ടേബിൾ സ്പൂൺ ചുക്കുമല്ലി പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ലിറ്റർ വെള്ളത്തിന് 3 ടേബിൾ സ്പൂൺ ചുക്കുമല്ലി പൗഡർ മതിയാവും. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ജാഗരി ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും നമുക്ക് വളരെ നല്ലതാണ് ഹെൽത്തിന്. സോ എല്ലാവരും ടീ, കോഫി ഇനി കുടിക്കണ്ട എന്ന് വിചാരിക്കുന്നവർ ഡെയിലി ഇത് മോർണിംഗ് ഈവനിങ് കുടിച്ചാൽ നമുക്ക് ആ ക്ഷീണം മാറിക്കിട്ടും. ഹെൽത്തിനും വളരെ നല്ലതാണ്. സോ നല്ല മീഡിയം ഫ്ലെയിമിൽ ഇനി സ്റ്റൗ കുറച്ച് വെച്ചോളൂ. നന്നായിട്ടൊന്ന് ബോയിൽ ആവട്ടെ. 5 to 10 minutes നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്തോളൂ. എന്നിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു 4 ഗ്ലാസ് ചുക്ക് കാപ്പി റെഡിയാക്കാം 1/2 ലിറ്റർ വെള്ളത്തിൽ. സോ നമ്മുടെ സ്പെഷ്യൽ ചുക്കു മല്ലി കോഫി റെഡി. സോ ഫീവർ, കോഫ്, കോൾഡ് എല്ലാത്തിനും നല്ലതാണ്. സോ എവ്രി വൺ ഷുഡ് ട്രൈ ദിസ് റെസിപ്പി. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. സോ ഞാൻ പുതിയ യൂട്യൂബറാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭിക്കും. നല്ലൊരു റെസിപ്പി വീണ്ടും കാണാം. ബി ഗുഡ് ആൻഡ് ഡു ഗുഡ്. ടേക്ക് കെയർ. താങ്ക് യു. ബൈ.